അള്ളാഹു എന്നാൽ വഹുവ അല്ലദീ യുഅല്ലിഹുഹു വയഅബുദുഹു കുല്ലുൽ മഖ്ലൂഖാത്ത്, മുഴുവൻ പടപ്പുകളും ആരാധ്യനായി കാണുന്ന ശക്തിയും വ്യക്തിയും ആരാണോ അവനാണ് അള്ളാഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി തഫ്സീറുകളിൽ കാണാം, അല്ലാഹു ദുൽ ഉലൂഹിയ്യത്തി വൽ ഉബൂദിയ്യത്തി അലാ ഖൽഖിഹി അജ്മഈൻ, മുഴുവൻ പടപ്പുകളുടെ മേലും ആരാധ്യത ഉള്ളത് ആർക്കാണോ അവനാകുന്നു അള്ളാഹു. സൃഷ്ടാവും സൃഷ്ടിപരിപാലകനും നിയന്താവും രക്ഷിതാവും ഉടമസ്ഥനുമായ ഏകനായവനെ കുറിക്കുന്ന സംജ്ഞാനാമമാണ് അള്ളാഹു. സാക്ഷാൽ ദൈവം, യഥാർത്ഥ ആരാധ്യൻ എന്നൊക്കെ അള്ളാഹു എന്നതിന് മലയാളത്തിൽ അർത്ഥകൽപ്പന നൽകിയത് കാണുവാൻ സാധിക്കും. അള്ളാഹു ആരി എന്ന് അള്ളാഹു പറഞ്ഞു, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു അവൻ ലാ ഇലാഹ ഇല്ലാഹു, യഥാർത്ഥ ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ല, അവനാണ് അള്ളാഹു. യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി ആരാണോ ഉള്ളത് അവനാണ് അള്ളാഹു. ഭൂമിക്കുപരിയിൽ പലരും ആരാധിക്കപ്പെടുന്നുണ്ട്, പക്ഷേ ആരാധ്യന്മാരൊന്നും യഥാർത്ഥ ആരാധ്യന്മാരല്ല, അവരൊക്കെ വ്യാജമായ ആരാധ്യന്മാരാണ്. യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ ആരാണോ അവനാണ് അള്ളാഹു.